കൊല്ലം ലോക്സഭ LDF സ്ഥാനാർത്ഥി M. മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായ സ്വീകരണ പരിപാടിക്ക് തുടക്കമായി. പുനലൂർ നിയോജക മണ്ഡലം ആര്യങ്കാവ് റോസ്മലയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. തുടക്കം നന്നായാൽ എല്ലാം നന്നാകും. ദി ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. ഈ പ്രയോഗങ്ങൾ അന്വർത്ഥമാകുന്നതായിരുന്നു റോസ്മലയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M. മുകേഷിന് ലഭിച്ച വിജയ സ്വീകരണം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ആദ്യമായി റോസ്മലയിൽ വൈദ്യുതിയുടെ ആഗമനം. മനുഷ്യമൃഗ സംഘർഷ മേഖലയിൽ ജനങ്ങൾക്ക് പുനരധിവാസ പദ്ധതിയും ഒരുക്കി റോസ്മലയിലെ നല്ല മനുഷ്യർക്ക് താങ്ങും തണലുമായി ഇടതുപക്ഷ മനസ്സും സർക്കാരുമുണ്ട്. അതൊക്കെ ഓർമ്മപ്പെടുത്തിയ മുകേഷ് ജനങ്ങളോട് വോട്ടഭ്യർത്ഥിച്ചു. മതേതരത്വം സംരക്ഷിക്കാൻ കൂടി. നമ്മളുടെ കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു മതമൈത്രി എല്ലാവരും സുലൈമാനും റോബർട്ടും ഗോപാലകൃഷ്ണനൊക്കെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയുന്ന ഒരു അന്തരീക്ഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരും ഇത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും തമ്മിലുള്ള വലിയ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. MP ആയിട്ട് ദീർഘകാലമായിട്ട് ഇപ്പോൾ 2.5 ടൈമായിട്ട് അടുപ്പിച്ചിരിക്കുകയാണ് ശ്രീ പ്രേമേന്ദ്രൻ. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം MP ആയിരുന്നു, അതിനു മുമ്പ് മന്ത്രിയായിരുന്നു, അതിനു മുമ്പ് രാജ്യസഭ MP ആയിരുന്നു. ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും താല്പര്യം കാണിക്കുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യുന്നോ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കാരണം അദ്ദേഹം ഇത്രയും കാലം ഇരുന്നിട്ട് നമ്മുടെ നാടിന് എന്ത് ചെയ്തു? ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയമാണ് കേരളത്തിലെ ഞാൻ ഈ പറഞ്ഞ ആശുപത്രി. ഇപ്പം അമേരിക്കയുടെയും യൂറോപ്പിന്റെ ഒക്കെ കാര്യം പറഞ്ഞു, അവിടെ ഉള്ളതിനേക്കാളും സൗകര്യമുള്ള ആശുപത്രി. ഇടപ്പാളയത്തും കരയാളർത്തോട്ടത്തും കോട്ടവാസലിലും പെരുവയിലത്തും ആവേശകരമായ സ്വീകരണമാണ് M. മുകേഷിന് ലഭിച്ചത്. വൈകുന്നേരം അച്ചൻകോവിലെ പര്യടനത്തിന് വൻ ജനാവലി മുകേഷിനെ സ്വീകരിച്ചു. ആദിവാസി ഊരിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിൽ നിന്നും കുറച്ചു ദൂരം മുകേഷ് തുറന്ന ജീപ്പിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. മൂന്നുമുക്ക് പകൽവീട് പ്രശസ്ത അച്ചൻകോവിൽ ക്ഷേത്രത്തിനു മുന്നിലൂടെയും ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ പ്രചരണ വാഹനം അനുഗ്രഹം ഏറ്റുവാങ്ങി സഞ്ചരിച്ചു. ആദ്യ ദിവസത്തെ സ്വീകരണ പരിപാടി അച്ചൻകോവിലിൽ സമാപിച്ചു. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.